ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്നുള്ള ടോപ്പിക്കാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഒരുപാട് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺട്രാക്റ്റാണ് ഏജൻസി കോൺട്രാക്റ്റ്. ദെൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് ആ വ്യക്തിക്ക് സ്വയം ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും ചെയ്യാം. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതുമൊക്കെ മറ്റൊരു വ്യക്തിയാണെങ്കിൽ അവിടെ നമ്മൾ ഏജൻസി കോൺട്രാക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിൽ ഒരു പ്രിൻസിപ്പലും ഉണ്ടായിരിക്കും, ഒരു ഏജൻറ്റും ഉണ്ടായിരിക്കും. ഈ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതും ആ കോൺട്രാക്റ്റിൽ പ്രിൻസിപ്പലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുമൊക്കെ മറ്റൊരു വ്യക്തിയായിരിക്കും. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്ന വ്യക്തിയെ നമ്മൾ ഏജൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഏജൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? പ്രിൻസിപ്പലിനെ ആയിരിക്കും. ദെൻ ഈ പ്രിൻസിപ്പലും ഏജൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഏജൻസി എന്നുമാണ് വിളിക്കുന്നത്. കോൺട്രാക്റ്റ് ആക്റ്റിൽ സെക്ഷൻ 182 ഏജൻറ്റും പ്രിൻസിപ്പലും ഡിഫൈൻ ചെയ്യുന്നത്. ആൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയിഡ് to do any act for another or to represent another in dealings with a third person. The person for whom such act is done or who is so represented is called principal. സെക്ഷൻ 182 പറയുന്നത് ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ റെപ്രസെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടിയിട്ട് എംപ്ലോയ്ഡ് ചെയ്തിട്ടുള്ള, ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ഇവിടെ ഈ ഏജൻറ്റ് ഡീലിങ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു തേർഡ് പേഴ്സണുമായിട്ടുമായിരിക്കും. ദെൻ ഈ തേർഡ് പേഴ്സണുമായിട്ട് ഏജൻറ്റ് എൻഗേജ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആരെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ പ്രിൻസിപ്പൽ എന്നും വിളിക്കും. ഈ പ്രിൻസിപ്പലും ഏജൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പാണ് ഏജൻസി. ഈ ഏജൻസി റിലേഷൻഷിപ്പ് ഒന്നുകിൽ എക്സ്പ്രസ്ഡ് ആകാം അല്ലെങ്കിൽ ഇംപ്ലൈഡും ആകാം. ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിക്ക് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് അപ്പോയിൻറ്റഡ് വൈ ടു പർച്ചേസ് 100 bags ഓഫ് റൈസ് ഓൺ ഹിസ് ബിഹാഫ്. ഇൻ ദിസ് കേസ് എക്സ് ഈസ് ദ പ്രിൻസിപ്പൽ ആൻഡ് വൈ ഈസ് ദ ഏജൻറ്റ്, ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് നോൺ ആസ് ഏജൻസി. ഇവിടെ എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? 100 bags ഓഫ് റൈസ് എക്സിന് വേണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ എക്സ് ആണ് പ്രിൻസിപ്പൽ, കാരണം ഈ വൈ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? എക്സിന് വേണ്ടിയിട്ടാണ്. വൈ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സിനെയാണ്. അതുകൊണ്ട് നമ്മൾ എക്സിനെ പ്രിൻസിപ്പൽ എന്നും വൈനെ ഏജൻ്റ് എന്നുമാണ് പറയുന്നത്. ദെൻ ഈ എക്സും വൈയും തമ്മിൽ റിലേഷൻഷിപ്പാണ് ഏജൻസി എന്ന് പറയുന്നത്. ഇനി ഏജൻസിയുമായി ബന്ധപ്പെട്ട് 2 ഇമ്പോർട്ടൻറ്റ് റൂൾസ് പറയുന്നുണ്ട് കോൺട്രാക്റ്റ് ആക്റ്റിൽ. ഫസ്റ്റ് വൺ, വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ഡു പേഴ്സണലി ഹി ക്യാൻ ഡു ത്രൂ ആൻ ഏജൻറ്റ്. അതായത് ഒരു വ്യക്തിക്ക് എന്തൊക്കെ പേഴ്സണലായി ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഒരു ഏജൻറ്റ് മുഖേനയും ചെയ്യാം. അതാണ് ഫസ്റ്റ് റൂൾ. ഇനി ഹി who does an act through another does it by himself. ഇങ്ങനെ ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജൻറ്റ് ചെയ്യുന്ന ആക്റ്റുകൾ മുഴുവൻ പ്രിൻസിപ്പൽ ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദ ഓൾ ആക്ട്സ് ഓഫ് ആൻ ഏജൻറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ദ ആക്ട്സ് ഓഫ് പ്രിൻസിപ്പൽ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇത് 2 റൂൾസാണ് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ്. ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് അഗ്രിമെൻറ്റ്. കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയിൽ ബേസിക്കലി ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ആ അഗ്രിമെൻ്റ് ആരൊക്കെ തമ്മിലാണ്? പ്രിൻസിപ്പലും ഏജൻറ്റും. ദെൻ ആ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് അഗ്രിമെൻറ്റുമാകാം, ഇംപ്ലൈഡ് അഗ്രിമെൻറ്റുമാകാം. ദെൻ സെക്കൻഡ് വൺ, കോമ്പിറ്റൻസി ഓഫ് ദി പ്രിൻസിപ്പൽ. നമ്മൾ കോൺട്രാക്റ്റിൻ്റെ നോർമൽ കേസിൽ പറയുന്ന പോലെ തന്നെ ഏതൊരു കോമ്പിറ്റൻ്റ് ആയുള്ള പാർട്ടിക്കും ഏജൻസി കോൺട്രാക്റ്റും ഫോം ചെയ്യാവുന്നതാണ്. സോ കോമ്പിറ്റൻ്റ് ആയുള്ള പാർട്ടി എന്ന് പറയുന്നത് who attain the age of majority according to the law to which he is subject and who is of sound mind may employ an agent. 183 പറയുന്നത് ഏതൊരു വ്യക്തിക്കും, ഏജ് ഓഫ് മെജോറിറ്റി അറ്റൈൻ ചെയ്തുള്ള ഏതൊരു വ്യക്തിക്കും ആൻഡ് സൗണ്ട് മൈൻഡായുള്ള ഏതൊരു വ്യക്തിക്കും ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഇനി
ഇൻകോമ്പിറ്റൻ്റ് ആയുള്ള ഒരു പേഴ്സൺ ആണ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അങ്ങനെ ഏജൻറ്റ് ഇൻകോമ്പിറ്റൻ്റ് ആയുള്ള ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻറ്റ് തന്നെയായിരിക്കും അതിന് ലാബിൾ ആകുന്നത്. ആ ഒരു കേസിൽ പ്രിൻസിപ്പലിന് ഒരു ലാബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ തേർഡ് വൺ, എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജൻറ്റ്. പ്രിൻസിപ്പൽ ആകുന്നത് കോമ്പിറ്റൻ്റ് പാർട്ടി ആകണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഏജൻ്റ് ആകാൻ കോമ്പിറ്റൻസി ഒരു വിഷയമല്ല. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഏജൻ്റ് ആകാം. സെക്ഷൻ 184 പറയുന്നത് എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജൻറ്റ് ആൻഡ് ഹി നീഡ് നോട്ട് ബി കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരാളാകണമെന്നില്ല ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കേസിൽ നമുക്ക് ഈവൺ മൈനേഴ്സ് ആയാലും ലുനാറ്റിക് ആയാലും ഒക്കെ ഏജൻ്റായിട്ട് നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തി കോമ്പിറ്റൻ്റ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, നോ കൺസിഡറേഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ഏജൻസി. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയിൽ മറ്റുള്ള കോൺട്രാക്റ്റുകൾ പോലെ ഒരു കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. അതായത് ദ ഡിട്രിമെൻറ്റ് ടു ദി പ്രിൻസിപ്പൽ ഇൻ കൺസെൻറ്റിങ് ടു ബി റെപ്രസെൻറ്റഡ് ബൈ ദ ഏജൻറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു സപ്പോർട്ട് ദ പ്രോമിസ് ഓഫ് ദി ഏജൻറ്റ്. പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഏജൻ്റാണ് പ്രിൻസിപ്പലിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ആ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രിൻസിപ്പലിന് വരാവുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് ഇവിടെ കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാം. സോ അതിനപ്പുറത്തേക്ക് വേറെ ഒരു കൺസിഡറേഷൻ ആവശ്യമില്ല കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിൻ്റെ കേസിൽ. ദ നെക്സ്റ്റ് വൺ, ക്രിയേഷൻ ഓഫ് ഏജൻസി. ഏജൻസി കോൺട്രാക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ചില കേസുകളിൽ ഏജൻസി കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് ബൈ ലോ ആയിരിക്കും. അത് ഇന്ത്യയിൽ നിലവിലുള്ള ഏത് ലോ പ്രകാരമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഏജൻ്റായിട്ടാണ് അതിൻ്റെ പാർട്ണർ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി ഒരു ലീഗൽ അഡ്വൈസർ അവരുടെ ക്ലയൻറ്റിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. ദെൻ ഒരു കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആ കമ്പനിയുടെ ഏജൻ്റായിട്ടൊക്കെ ആക്ട് ചെയ്യും. ഇങ്ങനെ ബൈ ലോ ആണ് ഒരു വ്യക്തിയെ ഏജൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഏജൻസി ബൈ എക്സ്പ്രസ് അഗ്രിമെൻറ്റ്. സെക്ഷൻ 187 പറയുന്ന ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ഫോം ചെയ്യുന്നത് റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സിലൂടെയാകാം. അത്തരം ഏജൻസി കോൺട്രാക്റ്റുകളാണ് ഏജൻസി ബൈ എക്സ്പ്രസ് അഗ്രിമെൻറ്റ്. സോ ഇവിടെ റിട്ടൺ വേർഡ്സ് അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സ് നിർബന്ധമാണ്. ഇതൊരിക്കലും ഇംപ്ലൈഡ് അല്ല. ഇംപ്ലൈഡിൽ വേറെ ചില സിറ്റുവേഷൻസ് ആണ് വരുന്നത്. സോ എക്സ്പ്രസ്ഡ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഏതർ റിട്ടൺ വേർഡ്സ് അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സ് മുഖേന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ഏജൻസി ബൈ ഇംപ്ലൈഡ് അഗ്രിമെൻറ്റ്. അതായത് എക്സ്പ്രസ്ഡ് അഗ്രിമെൻറ്റിൽ എക്സ്പ്രസ്ഡ് വേർഡ്സ് അത് സ്പോക്കണും ആകാം റിട്ടണും ആകാം. പക്ഷേ ചില കേസിൽ പറയാതെ തന്നെ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഏജൻ്റായിട്ട് കൺസിഡർ ചെയ്യും. സോ വെൻ ഏജൻസി അറൈസസ് ഫ്രം ദി കോണ്ടക്ട് ഓഫ് ദി തേർഡ് പാർട്ടീസ് ഓർ ഇൻഫേർഡ് ഫ്രം ദി സർക്കംസ്റ്റാൻസസ് ഓഫ് ദി കേസ്, ഇറ്റ് ഈസ് കോൾഡ് ഇംപ്ലൈഡ് ഏജൻസി. Partners, servants and wives are usually regarded as agents by implication. അതായത് ഏജൻസി ബൈ ഇംപ്ലൈഡ് അഗ്രിമെൻറ്റിൽ പറയുന്നത് ചില വ്യക്തികളുടെ കോണ്ടാക്റ്റ്, അവരുടെ ചില സിറ്റുവേഷൻ വൈസിൽ അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ ആക്റ്റുകളൊക്കെ മറ്റൊരു വ്യക്തിയുടെ ഏജൻ്റായിട്ട് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരിക്കും. അത്തരം കേസിൽ അവരെ നമ്മൾ ഏജൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഇത് 3 തരത്തിലാണ് സാധാരണ വരാറുള്ളത്: ഏജൻസി ബൈ എസ്റ്റോപ്പൽ, ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് ആൻഡ് ഏജൻസി ബൈ നെസസിറ്റി. ഫസ്റ്റ് വൺ, ഏജൻസി ബൈ എസ്റ്റോപ്പൽ. Where a person by his words or conduct has willfully led another person to believe that certain set of circumstances or facts exist and that other person has acted on that belief, then he is estopped from denying the truth of such statements subsequently. അതായത് ഒരു വ്യക്തിയുടെ കോണ്ടക്റ്റ് അല്ലെങ്കിൽ വേർഡ്സ് മറ്റൊരു വ്യക്തിയെ അയാളുടെ ഏജൻ്റായിട്ട് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ
അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് തോന്നുകയും ആ തേർഡ് പാർട്ടി ഒരു കോൺട്രാക്റ്റിൽ ഈ പറയുന്ന ഏജൻറ്റുമായി എൻട്രി ചെയ്യുന്ന കേസുകളും വരാം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി സെഡ് എന്ന് പറയുന്ന വ്യക്തിയും ഒരുമിച്ച് അവർ ഫ്രണ്ട്സാണ്, അവരൊരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സോ എ പറയുകയാണ് മറ്റൊരു വ്യക്തി, അതായത് ഒരു പി ആയിക്കോട്ടെ, പി എന്ന് പറയുന്ന വ്യക്തിയോട് എ പറയുകയാണ് ഞാൻ സെഡിൻ്റെ ഏജൻ്റാണ് എന്ന് പറയാണ്. സോ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സെഡ് അതിനെ എതിർത്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കേൾക്കുന്ന പി എന്ത് കരുതും, എ സെഡിൻ്റെ ഏജൻ്റാണ് എന്ന് കരുതും. ദെൻ പിന്നീട് ഒരിക്കൽ പി എന്ന് പറയുന്ന വ്യക്തി എ മുഖേന സെഡിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്. സോ ഇവിടെ പി എയുമായി കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ കാരണം എന്താണ്, എ സെഡിൻ്റെ ഏജൻ്റാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി. സോ ഇത്തരം കേസിൽ സെഡിനെ പ്രിൻസിപ്പലായിട്ടും എനെ ഏജൻ്റായിട്ടും കൺസിഡർ ചെയ്യാം. കാരണം മൂന്നാമതൊരു പാർട്ടിയിലെ പിക്ക് അങ്ങനെ കരുതാനൊരു സിറ്റുവേഷൻ ആര് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, സെഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ സെഡിൻ്റെ ഏജൻ്റ് ആണെന്ന് പറയുമ്പോൾ സെഡ് അപ്പോൾ തന്നെ അത് എതിർത്തിരുന്നെങ്കിൽ അത് അവിടെ സോൾവ് ആയിരുന്നു. പക്ഷേ സെഡ് ഒന്നും പറയാതിരുന്ന കാരണം പി എന്ന് പറയുന്ന ആൾ എന്ത് വിശ്വസിച്ചു, സെഡിൻ്റെ ഏജൻ്റ് ആണ് എന്ന് വിശ്വസിച്ചു. സോ അത്തരം കേസിലാണ് ഏജൻസി ബൈ ഇംപ്ലൈഡിൻ്റെ ഒരു കേസ് വരുന്നത്. ഇതിനെ നമ്മൾ ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ സെഡിൻ്റെ ആക്റ്റാണ് മറ്റൊരാളെ സെഡിൻ്റെ ഏജൻ്റാണ് എന്നുള്ളത് തോന്നിപ്പിച്ചത്. അങ്ങനെയുള്ള ഏജൻസിയാണ് നമ്മൾ ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് ഏജൻസി ബൈ എസ്റ്റോപ്പലിൻ്റെ ഒരു വേരിയേഷനാണ്. ഇവിടെ പറയുന്നത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടീൻ്റെ ഏജൻ്റായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു പ്രിൻസിപ്പൽ എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് പ്രിൻസിപ്പലിൻ്റെ എന്തെങ്കിലും ആക്റ്റുകൾ മറ്റൊരു വ്യക്തിയെ തോന്നിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവർ വിശ്വസിപ്പിക്കുകയാണ് വേറൊരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഈ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. അങ്ങനെ വരുന്ന ഏജൻസിയാണ് നമ്മൾ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആവും. ഒരു പേഴ്സൺ മിസ്റ്റർ എ അയാളുടെ സെർവൻറ്റിനെ ഡെയിലി മാർക്കറ്റിലേക്ക് പറഞ്ഞയച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നുണ്ട്. സോ ഈ എ എന്ന് പറയുന്ന വ്യക്തി ക്യാഷ് കൊടുത്തിട്ടും അല്ലാതെയൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ദെൻ ആ ഷോപ്പിലെ വ്യക്തിക്കറിയാം ഈ സെർവൻറ്റ് മിസ്റ്റർ എൻ്റെ സെർവൻ്റാണ്, ഈ വാങ്ങുന്നത് എക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നറിയാം. സോ ക്യാഷിനായാലും ക്രെഡിറ്റിനായാലും ട്രാൻസാക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തവണ എ എന്ന് പറയുന്ന വ്യക്തി, ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ, അയാളുടെ സെർവൻറ്റിനെ ഷോപ്പിലേക്ക് പറഞ്ഞയച്ചു. വിത്ത് ക്യാഷാണ് കൊടുത്തയച്ചിട്ടുള്ളത്. പക്ഷേ ഈ സെർവൻറ്റ് ആ ക്യാഷ് മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ്. അവർ ഈ ക്യാഷ് ഇല്ലാതെ ക്രെഡിറ്റിന് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങും. സോ ഈ ഷോപ്പർ എന്താണ് വിചാരിക്കുന്നത്, ഈ സെർവൻറ്റ് വാങ്ങുന്നത് എക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഷോപ്പിലുള്ള ആൾ സാധനങ്ങൾ ക്രെഡിറ്റിനാണെങ്കിലും കൊടുക്കും. ഇങ്ങനെ സെർവൻറ്റ് സാധനങ്ങൾ ക്രെഡിറ്റിന് വാങ്ങിയിട്ട് ഈ എക്ക് ഒരു വലിയ ലാബിലിറ്റി ഈ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ എൻ്റെ ഒരു ഏജൻ്റായിട്ട് സെർവൻറ്റിനെ ആ ഷോപ്പിലെ വ്യക്തി അംഗീകരിച്ചിട്ടുണ്ട്. മീൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം എക്ക് വേണ്ടിയിട്ടാണ് സെർവൻറ്റ് സാധനങ്ങൾ വാങ്ങുന്നത്. സോ സെർവൻറ്റ് വാങ്ങിയുള്ള സാധനങ്ങളുടെ ക്യാഷ് എ കൊടുക്കാറുണ്ട്. സോ അങ്ങനെ മുമ്പ് നടന്ന പ്രവൃത്തിയിലൂടെ ഈ ഷോപ്പിലെ വ്യക്തിക്ക് എൻ്റെ ഏജൻ്റാണ് ഈ വാങ്ങുന്ന സെർവൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ അത്തരം കേസിൽ ആ സെർവൻറ്റിനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആയിട്ടാണ് ആ ഷോപ്പർമാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഷോപ്പിലെ ആൾക്ക് കിട്ടാനുള്ള എമൗണ്ട് മുഴുവൻ ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാം, എൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത്തരം കേസിലാണ് നമ്മൾ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞത്. സോ ഈ പ്രിൻസിപ്പലിൻ്റെ ചില ആക്റ്റുകൾ മറ്റൊരു തേർഡ് പാർട്ടിയെ ഒരു ഏജൻ്റായിട്ട് വേറൊരാളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത്തരം കേസിൽ നമ്മൾ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഏജൻസി ബൈ നെസസിറ്റി. ഏജൻസി ബൈ നെസസിറ്റിയിൽ ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ എന്തെങ്കിലും എമർജൻസി കേസുകളിലൊക്കെ ചില വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. അവിടെ ആ ഒരു
തേർഡ് പാർട്ടി അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടാനൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുന്നില്ല. സോ അത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഏജൻസി ബൈ നെസസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ എമർജൻസി എന്ന് പറയുന്ന റിയൽ ആയിട്ട് നടന്നിട്ടുണ്ടായിരിക്കണം. ദെൻ ഏജൻസി, ആ ഒരു ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രിൻസിപ്പലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഏജൻ്റ് ആയിട്ടുള്ള വ്യക്തി ചെയ്യുന്നത് നല്ല താല്പര്യത്തോടു കൂടെ ആയിരിക്കണം, ബൊണഫൈഡ് ആയിട്ട് നല്ല പ്രവൃത്തിയായിരിക്കണം ചെയ്യുന്നുണ്ടാവുക. ഇത്തരം കേസുകളൊക്കെ നമുക്ക് അവിടെ ഏജൻസി ബൈ നെസസിറ്റി ആണ് എന്ന് നമുക്ക് പ്രസ്താവിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള എമർജൻസി കേസിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചെയ്ത കാര്യം, ദാറ്റ് മീൻസ് ഓൾറെഡി ചെയ്ത ഒരു കാര്യം പിന്നീട് മറ്റൊരു വ്യക്തി ഏറ്റെടുക്കുകയാണെങ്കിൽ അതാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ മീൻസ് സബ്സിക്വൻറ്റ് ആക്സെപ്റ്റൻസ് ആൻഡ് അഡോപ്ഷൻ ഓഫ് ആൻ ആക്ട് ബൈ ദ പ്രിൻസിപ്പൽ ഒറിജിനലി ഡൺ ബൈ ദി ഏജൻറ്റ് വിത്തൗട്ട് അതോറിറ്റി. അതായത് ഒരു പ്രിൻസിപ്പലിൻ്റെ അതോറിറ്റി ഒന്നും ഇല്ലാതെയാണ് ഈ ഏജൻറ്റ് കാര്യം ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് ഈ പ്രിൻസിപ്പൽ ഏറ്റെടുക്കുകയാണ്, ആക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കാം. എക്സാമ്പിൾ, എ വിത്തൗട്ട് അതോറിറ്റി ബൈസ് ഗുഡ്സ് ഫോർ ബി. ആഫ്റ്റർവേർഡ്സ് ബി സെൽസ് ദ same to C on his own account. B's conduct implies a ratification of the purchase made for him by A. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് വേണ്ടിയിട്ട് ചില ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. അത് ബീൻ്റെ അതോറിറ്റിയിലല്ലാതെയാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ബി ആ ഗുഡ്സ് എടുത്തിട്ട് സി എന്ന് പറയുന്ന വ്യക്തിക്ക് വിൽക്കുകയാണ്. സോ ഇവിടെ ബി പർച്ചേസ് ചെയ്തത് ബീൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് എ മുന്നേ ചെയ്തിട്ടുള്ള ആ പർച്ചേസ് അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ആക്റ്റാണ്. സോ ഇവിടെ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ആണ് എന്ന് പറയാം. ദെൻ മറ്റൊരു കേസിൽ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തി വിത്തൗട്ട് ബീസ് അതോറിറ്റി ലെൻസ് ബീസ് മണി ടു സി. ആഫ്റ്റർവേർഡ്സ് ബി ആക്സെപ്റ്റ്സ് ഇൻട്രസ്റ്റ് ഓൺ ദി മണി ഫ്രം സി. ബീസ് കോണ്ടക്ട് ഇംപ്ലൈസ് എ റാറ്റിഫിക്കേഷൻ ഓഫ് ദി ലോൺ. അതായത് ബീൻ്റെ അതോറിറ്റി ഇല്ലാതെ ബീൻ്റെ കുറച്ച് ക്യാഷ് എടുത്തിട്ട് എ സിക്ക് കൊടുക്കുകയാണ്. ദെൻ പിന്നീട് ഈ ബി സീൻ്റെ കയ്യിൽ നിന്നും, ബീൻ്റെ ക്യാഷ് ആണല്ലോ സിക്ക് കടം കൊടുത്തിട്ടുള്ളത്, സോ സി എന്തു ചെയ്യും, അതിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കും. ആ ഇൻട്രസ്റ്റ് സീൻ്റെ കയ്യിൽ നിന്ന് ബി റിസീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ആക്ട് ബി അംഗീകരിച്ചതായിട്ട് കൺസിഡർ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു കാര്യം പിന്നീട് പ്രിൻസിപ്പൽ അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി ചെയ്ത കാര്യമാണ് പിന്നീട് അംഗീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ എക്സ്പോസ്റ്റ് ഫാക്ടോ ഏജൻസി എന്നും പറയാറുണ്ട്. Okay, then no valid ratification can be made by a person whose knowledge of the facts of the case is materially defective. അതായത് റാറ്റിഫൈ ചെയ്യുമ്പോൾ ആ പ്രിൻസിപ്പലിന് ആ നടന്നു കഴിഞ്ഞുള്ള സംഭവത്തെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടായിരിക്കണം. എല്ലാ മെറ്റീരിയൽ ഇൻഫോർമേഷൻ്റെയും അറിവോട് കൂടെ തന്നെ ആയിരിക്കണം ഈ പ്രിൻസിപ്പൽ ആ ഒരു ആക്ട് റാറ്റിഫൈ ചെയ്യുന്നത്. ദെൻ എ പേഴ്സൺ റാറ്റിഫൈയിങ് എനി അൺഓതറൈസ്ഡ് ആക്ട് ഡൺ ഓൺ ഹിസ് ബിഹാഫ് റാറ്റിഫൈസ് ദ വോൾ ഓഫ് ദി ട്രാൻസാക്ഷൻ ഓഫ് വിച്ച് സച്ച് ആക്ട് ഫോംഡ് എ പാർട്ട്. ഇങ്ങനെ ഒരു പ്രിൻസിപ്പൽ എന്തെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുമ്പോൾ അത് മുഴുവനായിട്ട് ഏറ്റെടുക്കണം. അത് പകുതിക്കോ അല്ലെങ്കിൽ അതിന് ഇത്ര പ്രൊപ്പോർഷനോ ആയിട്ടൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഒരു 1 lakh rupees ബീൻ്റെ എമൗണ്ട് എടുത്തിട്ട് എ സിക്ക് കൊടുത്തു വിചാരിക്കാം. ആ കൊടുത്ത എമൗണ്ടുമ്പോൾ സി ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കൊടുത്ത 1 lakh rupeesന് ബി പറയുകയാണ് അതിലൊരു 50,000 രൂപയെ ഞാൻ ഏറ്റെടുക്കുള്ളൂ, 50,000ത്തിൻ്റെ കാര്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. റാറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ചെയ്യണം, പാർട്ട്ലി ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇത്രയാണ് ക്രിയേഷൻ ഓഫ് ഏജൻസിയിൽ പറയുന്നത്. ഏജൻസി എന്ന് പറയുന്നത് 4 തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആകാം, ബൈ എക്സ്പ്രസ്ഡ് അഗ്രിമെൻ്റ് ആകാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആകാം, ദെൻ റാറ്റിഫിക്കേഷൻ വഴിയും ആവാം. ഓക്കെ, ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.